أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. തിരുനബി ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ മറ്റു ചില യുദ്ധങ്ങളെയും യുദ്ധനീക്കങ്ങളെയും സംബന്ധിച്ച് ഇന്ന് ഞാൻ വിവരിക്കുന്നതാണ്. ചരിത്രത്തിൽ ഹദ്റത്ത് ഉമർ ബിൻ ഖത്താബിന്റെ നേതൃത്വത്തിൽ തുർബയിലേക്ക് നിയോഗിക്കപ്പെട്ട സരിയയെ സംബന്ധിച്ചുള്ള പരാമർശവും കാണപ്പെടുന്നുണ്ട്. ഇത് ഹിജറ 7-ാം വർഷം ശഅബാൻ മാസത്തിലായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഉമർ ബിൻ ഖത്താബിനെ തുർബയിൽ താമസിക്കുന്ന ഹവാസൻ ഗോത്രക്കാരുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. തുർബ മദീനയിൽ നിന്ന് ഏകദേശം 333 മൈൽ ദൂരെ സന നജ്റാൻ രാജപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഉമറിനെ 30 ആളുകളോടൊപ്പമാണ് ഇവിടേക്ക് അയച്ചത്. ഈ യുദ്ധനീക്കത്തിന് അയക്കാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് തുർബക്കാരിൽ നിന്ന് ഇസ്ലാമിനെതിരെ ഗൂഢാലോചനകളെപ്പറ്റി അറിയിപ്പ് ലഭിച്ചിരുന്നു. ഹദ്റത്ത് ഉമർ പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തോടൊപ്പം ബനു ഹിലാലിലെ ഒരു വ്യക്തിയെ ഗൈഡായും അയക്കുകയുണ്ടായി. സഹാബാക്കൾ രാത്രി യാത്ര ചെയ്യുകയും പകൽ ഒളിഞ്ഞിരിക്കുകയും ചെയ്തിരുന്നു. തുർബക്കാർക്ക് അറിയിപ്പ് ലഭിച്ചപ്പോൾ അവർ അവിടെ നിന്നും ഓടിപ്പോവുകയാണ് ചെയ്തത്. ഹദ്റത്ത് ഉമർ ഈ പ്രദേശത്ത് എത്തിയെങ്കിലും അവിടെ ആരുമുണ്ടായിരുന്നില്ല. മാത്രമല്ല, അവർ മുകളിലേക്ക് കയറിപ്പോകുന്നതായും കണ്ടു. കുന്നുകളിലേക്കാണ് അവർ കയറിപ്പോയിരുന്നത്. അവരുടെ സമ്പത്തും വളർത്തുമൃഗങ്ങളെയും ഇവർ പിടിച്ചെടുക്കുകയുണ്ടായി. കാരണം ഈ നാട്ടിലെ ആളുകൾ കലാപകാരികൾ ആയിരുന്നു. അങ്ങനെ സാധന സാമഗ്രികളുമായി ഇവർ മദീനയിലേക്ക് തിരിച്ചു പുറപ്പെട്ടു. സുൽ ജദർ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ, ഇത് കുബയുടെ പ്രാന്തപ്രദേശങ്ങളിൽ മദീനയിൽ നിന്ന് 6-7 മൈൽ ദൂരെയുള്ള ഒരു മേച്ചിൽപ്പുറമാണ്. ആ സമയത്ത് ബനു ഹിലാലിലെ ഒരു വ്യക്തി ഹദ്റത്ത് ഉമറിനോട് പറഞ്ഞു, നിങ്ങൾ ബനു ഹസംകാരുമായി യുദ്ധം ചെയ്യാൻ തയ്യാറാണോ? ഇവരെല്ലാവരും തങ്ങളുടെ പ്രദേശത്തുള്ള പട്ടിണി കാരണം ഇവിടേക്ക് വന്നവരാണ്. ഹദ്റത്ത് ഉമർ പറഞ്ഞു, എനിക്ക് അതിനുള്ള കൽപ്പന നൽകിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് തുർബയിലുള്ള ഹവാസനുമായി യുദ്ധം ചെയ്യാൻ മാത്രമാണ് കൽപ്പന തന്നിട്ടുള്ളത്. കാരണം അവർ കലാപം ഉണ്ടാക്കുന്നവരായിരുന്നു. പിന്നെ ഹദ്റത്ത് ഉമർ മദീനയിലേക്ക് തിരിച്ചെത്തി. മുസ്ലിങ്ങൾ കാരണങ്ങൾ കൂടാതെ യുദ്ധം ചെയ്യുന്നവരാണ് എന്ന ആക്ഷേപവും ഇവിടെ തെറ്റാണെന്ന് തെളിയുന്നു. മറ്റൊരു സരിയ ഹദ്റത്ത് ബഷീർ ബിൻ സഅദിൻ്റെതാണ്. ഇത് ഫിദക്കിലെ ബനു മറ ഗോത്രത്തിലേക്കാണ് നിയോഗിക്കപ്പെട്ടത്. ഈ യുദ്ധനീക്കം ഹിജറ 7-ാം വർഷം ശഅബാൻ മാസത്തിൽ ഹദ്റത്ത് ബഷീർ ബിൻ സഅദിന്റെ നേതൃത്വത്തിലായിരുന്നു. ഹദ്റത്ത് ബഷീറിന്റെ വിളിപ്പേര് അബു നോമാൻ എന്നാണ്. സഅദ് ബിൻ സാലബ അദ്ദേഹത്തിന്റെ പിതാവായിരുന്നു. ഇവർ ഖസ്റജ് ഗോത്രക്കാരാണ്. ഹദ്റത്ത് ബഷീർ ബിൻ സഅദ് ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ എഴുതാൻ അറിയുന്ന ആളായിരുന്നു. ജാഹിലിയ കാലത്ത് അറേബ്യയിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നുള്ളൂ. ഇദ്ദേഹം ഉഖബ സാനിയയിലാണ് ബയ്യത്ത് ചെയ്തത്. അതിൽ 70 അൻസാറുകൾ ഭാഗവാക്കായിരുന്നു. ഹദ്റത്ത് ബഷീർ ബിൻ സഅദ് ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ കൈകളിൽ സഖീഫ ബനു സാഅദയുടെ ദിവസം ബയ്യത്ത് ചെയ്ത അൻസാറുകളിലെ ആദ്യത്തെ വ്യക്തിയുമായിരുന്നു. ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ ഖിലാഫത്ത് കാലത്ത് ഹിജ്റ 12-ൽ ഹദ്റത്ത് ബഷീർ ഹദ്റത്ത് ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിലുള്ള ഐനുത്തമർ യുദ്ധത്തിൽ പങ്കെടുക്കുകയും അതിൽ ഷഹാദത്ത് വരിക്കുകയും ചെയ്തു. ഐനുത്തമർ കൂഫയ്ക്ക് സമീപമുള്ള ഒരു സ്ഥലമാണ്. മുസ്ലിങ്ങൾ ഹിജ്റ 12-ൽ
ഹസ്രത്ത് അബൂബക്കറിന്റെ ഖിലാഫത്ത് കാലത്ത് ഈ പ്രദേശം കീഴ്പ്പെടുത്തുകയുണ്ടായി. ഏതായാലും നേരത്തെ പറഞ്ഞു വന്നിരുന്ന യുദ്ധനീക്കത്തിന്റെ വിശദീകരണം ഇപ്രകാരമാണ്. നബിയുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ബഷീർ ബിൻ സഅദിനെ 300 സഹാബാക്കളോടൊപ്പം ഫിദക്കിലെ ബനു മറ ഗോത്രത്തിലേക്ക് പറഞ്ഞയച്ചു. ഫിദക്ക് ഖൈബറിന് സമീപം മദീനയിൽ നിന്ന് 6 രാത്രി യാത്രാ ദൈർഘ്യമുള്ള സ്ഥലമാണ്. ഒരു കാര്യം വ്യക്തമാക്കട്ടെ, നേരത്തെയും പറഞ്ഞതാണ്. അതായത് ജനങ്ങൾ ഇസ്ലാമിനെതിരിൽ യുദ്ധത്തിന് പുറപ്പെടുന്നുവെന്ന് അറിയുമ്പോഴാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ഉദ്യമങ്ങൾക്ക് അഥവാ യുദ്ധങ്ങൾക്ക് തയ്യാറായിരുന്നത്. ഏതായിരുന്നാലും സഹാബാക്കൾ പുറപ്പെടുകയും ആടുമാടുകളെ മേയ്ക്കുന്ന ഇടയന്മാരെ കണ്ടുമുട്ടുകയും ചെയ്തു. അവരോട് ബനു മറക്കാരെ കുറിച്ച് അന്വേഷിക്കുകയുണ്ടായി. ആട്ടിടയന്മാർ അവരോട് പറഞ്ഞു, ബനു മറക്കാർ തങ്ങളുടെ താഴ്വരയിൽ തന്നെയുണ്ട്, അവർ അരുവിയിലേക്ക് വന്നിട്ടില്ല. സഹാബാക്കൾ അവരുടെ ആടുമാടുകളെ ആട്ടിത്തെളിച്ചു കൊണ്ടുവന്നു. അങ്ങനെ മദീനയിലേക്ക് തിരിക്കുകയും ചെയ്തു. ബനു മറക്കാരിലെ ഒരു വിളംബരപ്പെടുത്തുന്നയാൾ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ സാധനങ്ങളെല്ലാം മുസ്ലിങ്ങൾ കൊണ്ടുപോയിരിക്കുന്നു. അതായത് പ്രസ്തുത സംഭവത്തെപ്പറ്റി അറിയിപ്പ് കൊടുക്കുകയുണ്ടായി. രാത്രി സമയത്ത് മുസ്ലിങ്ങൾക്ക് ബനു മറക്കാരുടെ ഒരു വലിയ സൈന്യത്തെ മുഖാമുഖം നേരിടേണ്ടി വന്നു. അങ്ങനെ ബനു മറയിലെ ഓടിപ്പോയ ആളുകൾ തിരിച്ചു വരികയും അവർ ആക്രമണം നടത്തുകയും ചെയ്തു. മുസ്ലിങ്ങൾക്കെതിരെ വലിയ സൈന്യവുമായാണ് അവർ വന്നത്. രാത്രി മുഴുവൻ സഹാബാക്കൾ അമ്പെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ സഹാബാക്കളുടെ അമ്പുകൾ മുഴുവൻ തീർന്നുപോയി. രാവിലെ ആയപ്പോൾ ബനു മറക്കാർ മുസ്ലിങ്ങൾക്ക് മേൽ വീണ്ടും ആക്രമണം നടത്തി. ഹസ്രത്ത് ബഷീറിന്റെ കൂട്ടുകാരെ ഷഹീദാക്കി. ഹസ്രത്ത് ബഷീർ അവരുമായി ശക്തമായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹവും പരിക്കേറ്റു വീണു. അദ്ദേഹത്തിന്റെ കണങ്കാലിന് പരിക്കേറ്റു. ബഷീർ മരണപ്പെട്ടു എന്നാണ് കരുതിയത്. തുടർന്ന് ബനു മറക്കാർ മുസ്ലിങ്ങൾ കൈക്കലാക്കിയ തങ്ങളുടെ ആടുമാടുകളെ വീണ്ടെടുക്കുകയും അവരെ മുഴുവനും ഷഹീദാക്കുകയും ചെയ്ത് തിരിച്ചുപോയി. രാത്രി മുഴുവനും ഹസ്രത്ത് ബഷീർ ശൂതാക്കൾക്കിടയിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ധൈര്യം സംഭരിച്ച് എഴുന്നേൽക്കുകയും ഫിദക്കിലേക്ക് പോവുകയും ചെയ്തു. ഏതാനും ദിവസം അവിടെ യഹൂദികളുടെ അടുത്ത് താമസിച്ചു. അങ്ങനെ പരുക്കൾ സുഖപ്പെട്ടപ്പോൾ മദീനയിൽ തിരിച്ചെത്തുകയും ചെയ്തു. മറ്റൊരു സരിയ ഹസ്രത്ത് ഗാലിബ് ബിൻ അബ്ദുള്ള ലൈസിയുടേതാണ്. ഇത് സീഫയിലേക്കാണ് നിയോഗിക്കപ്പെട്ടത്. ഈ സരിയ ഹിജറ 7-ാം വർഷം റമദാൻ മാസത്തിലായിരുന്നു. ഹസ്രത്ത് ഗാലിബ് അബ്ദുള്ള ലൈസി ഹിജാസുകാരൻ ആയിരുന്നു. മക്ക വിജയ സമയത്തും അദ്ദേഹം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയഘട്ടത്തിൽ ആദ്യം അദ്ദേഹത്തെ ചാരനായി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഹസ്രത്ത് അമീർ മുആവിയുടെ കാലത്ത് ഇദ്ദേഹം ഖുറാസാനിലെ ഗവർണറായിരുന്നു. ഒരു നിവേദനമനുസരിച്ച് ഖാദ്സിയ യുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ട്. ഇബ്നു സഅദ് എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഗാലിബിനെ ബനു അവാൽ, ബനു അബ്ദു ബിൻ സാലബ എന്നീ ഗോത്രങ്ങളിലേക്കാണ് നിയോഗിച്ചത്. ഇവർ സീഫയിലാണ് വസിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പ്രദേശം നജിദിലേക്ക് പോകുന്ന വഴി മദീനയിൽ നിന്ന് 96 മൈൽ ദൂരെ സ്ഥിതി ചെയ്യുന്നു. ബനു അവാലും ബനു അബ്ദും മുസ്ലിങ്ങൾക്കെതിരിൽ രഹസ്യമായി പ്രോപ്പഗണ്ട നടത്തി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ തുടങ്ങിയിരുന്നു. അവർ അഹ്സാബ് പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് മുസ്ലിങ്ങളെ ആക്രമിക്കാൻ പദ്ധതിയിടുകയായിരുന്നു. ഇബ്നു ഹിഷാം ഹസ്രത്ത് ഗാലിബ് ബിൻ അബ്ദുള്ള ലൈസിയുടെ ഈ സരിയെ ബനു മറയിലേക്ക് നിയോഗിക്കപ്പെട്ടു എന്നാണ് വിവരിച്ചിട്ടുള്ളത്. ഇവർ ഹർക്ക ഗോത്രത്തിന്റെ കൂട്ടുകാരായിരുന്നു. ഇമാം ബുഖാരി ഈ സരിയെ സംബന്ധിച്ച് നൽകിയ അധ്യായത്തിന്റെ ശീർഷകം ഇപ്രകാരമാണ്: ബാബു ബാസൻ നബിയു ഉസാമത്ത് ബിൻ സൈദിൻ ഇലൽ ഉറക്കാത്തി മിൻ ജുഹൈനി. അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമ ബിൻ സൈദിനെ ഹർക്ക ഗോത്രത്തിലേക്ക് അയച്ചത് സംബന്ധിച്ച അധ്യായം. ഇതിൽ നിന്ന് ഈ യുദ്ധനീക്കത്തിന്റെ നേതൃത്വം ഹദ്രത്ത് ഉസാമ ബിൻ സൈദിനായിരുന്നു എന്നാണ് ധരിക്കുക. എന്നാൽ ബുഖാരിയുടെ വ്യാഖ്യാതാവായ അല്ലാമ ഇബ്നു ഹജർ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ എഴുതുന്നു, ഹദ്രത്ത് ഉസാമ ബിൻ സൈദ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹർക്ക ഗോത്രത്തിലേക്ക് ഞങ്ങളെ അയക്കുകയുണ്ടായി എന്ന് പറഞ്ഞതിൽ നിന്ന് അദ്ദേഹത്തിനായിരുന്നു സൈനിക നേതൃത്വമെന്ന് തെളിയുന്നില്ല. ഹദ്രത്ത് ഉസാമ ബിൻ സൈദിനെ അദ്ദേഹത്തിന്റെ പിതാവ് സൈദ് മോത്ത യുദ്ധത്തിൽ ഷഹീദാകുന്നതിനു മുമ്പേ
സൈന്യത്തിന് നേതാവാക്കിയതായി തെളിയുന്നില്ല. ആ സമയത്ത് സൈന്യത്തെ തയ്യാറാക്കി അദ്ദേഹത്തെ നേതൃത്വം ഏൽപ്പിച്ചിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് മഗാസിക്കാരുടെ വാക്കുകൾ, അതായത് സൈനിക നേതൃത്വം ഗാലിബ് ബിൻ അബ്ദുള്ള ലൈസിക്കായിരുന്നു എന്നതാണ് പരിഗണനീയവും പ്രബലവും അംഗീകൃത യോഗ്യവുമായിട്ടുള്ളത്. ഏതായിരുന്നാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഗാലിബിനെ 130 സഹാബാക്കളോടൊപ്പം അയച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വതന്ത്രനാക്കപ്പെട്ട അടിമ യസാർ അവരുടെ വഴികാട്ടിയായിരുന്നു. മുസ്ലിങ്ങൾ ഒരുമിച്ച് ചേർന്ന് അവരെ നേരിട്ടു. അവരുടെ വാസസ്ഥലങ്ങളുടെ നടുവിൽ വരെ എത്തി. അവരിൽ പോരാടാൻ വന്നവരെ വധിക്കുകയും അവരുടെ സമ്പത്തും ആടുമാടുകളെയും സമരാർജിത സ്വത്തുക്കളായി എടുത്തുകൊണ്ട് മദീനയിലേക്ക് വരികയും ചെയ്തു. ആരെയും ബന്ദിയാക്കിയില്ല. ഇബ്നു സഅദ് എഴുതുന്നു, ഈ സരിയയിലാണ് ഹദ്റത്ത് ഉസാമ ബിൻ സെയ്ദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ മിഖ്ദാസ് ബിൻ ലഹീഖിനെ വധിച്ചത്. ബുഖാരിയിൽ ഈ സംഭവത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നു, ഹദ്റത്ത് ഉസാമ ബിൻ സെയ്ദ് വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഹർക്ക ഗോത്രത്തിലേക്ക് അയച്ചു. ഞങ്ങൾ രാവിലെ അവർക്കിടയിലാണ് കഴിച്ചുകൂട്ടിയത്. ഞങ്ങൾ അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഞാനും അൻസാറിൽപ്പെട്ട ഒരാളും അതിലൊരാളെ പിന്തുടരുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ അയാളെ പിടികൂടിയപ്പോൾ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അൻസാരി സുഹൃത്ത് പിൻവാങ്ങി. പക്ഷേ ഞാൻ എന്നെ അമ്പെടുത്ത് അയാളെ കുത്തി. അങ്ങനെ ഞാൻ അയാളെ വധിക്കുകയും ചെയ്തു. ഞങ്ങൾ തിരിച്ചെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വാർത്ത കേൾപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസാമ, അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടും നീ അയാളെ വധിക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു, അയാൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി പറയുകയായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ അയാളെ കൊന്നു എന്ന് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. എത്രത്തോളം എന്നാൽ ഞാൻ അന്നത്തെ ദിവസത്തിനു മുമ്പേ മുസ്ലിം ആയിരുന്നില്ലെങ്കിൽ എന്ന് പോലും ചിന്തിച്ചുപോയി. മുസ്ലിമിൽ ഈ നിവേദനം ഇങ്ങനെ രേഖപ്പെട്ട് കിടക്കുന്നു, അഫല ഷക്കക്ത അൻ കൽബിഹി ഹത്ത താലമ ഖാലുഹ അം ലാ. നിങ്ങൾ അയാൾ ഹൃദയാത്മന പറയുകയാണോ അല്ലയോ എന്നറിയാൻ എന്തുകൊണ്ട് അയാളുടെ ഹൃദയം തുറന്നു നോക്കിയില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് മുന്നിൽ ഇത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ അന്നേ ദിവസത്തിനു മുമ്പ് വരെയും ഇസ്ലാം സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നയനെ എന്ന് പോലും ചിന്തിച്ചുപോയി. എന്നാൽ ഇന്നത്തെ മൗലവിമാർ തങ്ങൾ അഹമ്മദികളുടെ ഹൃദയങ്ങൾ തുറന്നു നോക്കിയിട്ടുണ്ട് എന്ന് ധരിച്ചുകൊണ്ട് അഹമ്മദികളെ ഷഹീദാക്കുകയും അവരെ ദ്രോഹിക്കുകയും ചെയ്യുന്നു. അള്ളാഹു അവരെ പിടികൂടുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുമാറാകട്ടെ. ഒരു നിവേദനമനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഖ്ദാസിന്റെ കുടുംബക്കാർക്ക് ബ്ലഡ് മണി നൽകാൻ കൽപ്പിക്കുകയും അവരുടെ സമ്പത്തുകൾ അവർക്ക് തന്നെ തിരിച്ചു നൽകുകയും ചെയ്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ വ്യക്തി നേരത്തെ യുദ്ധം ചെയ്യുകയായിരുന്നുവെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അയാളുടെ വീട്ടുകാർക്ക് ബ്ലഡ് മണി നൽകുകയും നിങ്ങൾ അയാളിൽ നിന്ന് പിടിച്ചെടുത്ത സമ്പത്ത് മുഴുവൻ തിരിച്ചു കൊടുക്കുകയും ചെയ്യുക. ഹദ്റത്ത് മുസ്ലിം മൗദ് ഈ സംഭവം ഇങ്ങനെ വിവരിക്കുന്നു. അദ്ദേഹം എഴുതുന്നു, ശരീഅത്ത് നടപ്പാക്കേണ്ടത് ബാഹ്യമായ നിലയിൽ ആയിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും കൽപ്പിച്ചിരുന്നു. അതായത് ശരീഅത്ത് നടപ്പിലാക്കേണ്ടത് ബാഹ്യമായ അവസ്ഥകൾക്ക് അനുസരിച്ചാണ്. മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്കറിയുകയില്ല. ഒരിക്കൽ ഒരു യുദ്ധത്തിൽ കുറച്ച് സഹാബാക്കൾ പോയിരുന്നു. വഴിയിൽ ഒരു മുശ്രിക്കിനെ അവർ കണ്ടുമുട്ടി. അയാൾ വനത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്നു. ഒറ്റയ്ക്ക് വല്ല മുസ്ലിമിനെയും കാണുമ്പോൾ അയാൾ ആക്രമിക്കുകയും ആ മുസ്ലിമിനെ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഉസാമ ബിൻ സെയ്ദ് അയാളെ പിന്തുടർന്നു. ഒരു സന്ദർഭത്തിൽ അയാളെ പിടികൂടി. അയാളെ വധിക്കുന്നതിന് വേണ്ടി വാളുയർത്തി. താൻ പിടിക്കപ്പെട്ടു എന്ന് അയാൾക്ക് ഉറപ്പായപ്പോൾ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, അതായത് ഞാൻ മുസ്ലിം ആവുകയാണ്. പക്ഷേ ഉസാമ അയാളുടെ ഈ വാക്കുകളെ ഗൗനിച്ചില്ല. അയാളെ കൊല്ലുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ യുദ്ധത്തെക്കുറിച്ച് അറിയിപ്പ് നൽകാൻ ഒരാൾ മദീനയിലെത്തി. അദ്ദേഹം യുദ്ധത്തിന്റെ എല്ലാ കാര്യങ്ങളും വിവരിച്ച കൂട്ടത്തിൽ ഈ സംഭവവും കേൾപ്പിച്ചു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമയെ വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് ചോദിച്ചു, നീ അയാളെ വധിച്ചുവോ? അദ്ദേഹം പറഞ്ഞു, അതെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഖിയാമത്ത് ദിവസം ലാ ഇലാഹ ഇല്ലല്ലാ നിനക്കെതിരെ സാക്ഷ്യം നൽകുമ്പോൾ നീ എന്തു ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ ഇന്നത്തെ പാകിസ്ഥാനിൽ മൗലവിമാരും അവരുടെ ശിങ്കിടികളും സ്വർഗത്തിൽ പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അഹമ്മദികളെ കൊല്ലുകയാണെങ്കിൽ സ്വർഗത്തിൽ പോകാമെന്ന് പറയുന്നു. എന്നാൽ അവർ ചെയ്തു കൂട്ടുന്നത് അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് കാരണമാകുന്ന കാര്യങ്ങളാണ്. എപ്പോഴെങ്കിലും അള്ളാഹു അവരെ പിടികൂടുക തന്നെ ചെയ്യും. ഏതായാലും ഹദ്രത്ത് മുസ്ലിമോ തുടരുന്നു, അതായത് അയാളെ എന്തുകൊണ്ട് വധിച്ചു എന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ ഘാതകനായിരുന്നുവെങ്കിലും അയാൾ പശ്ചാത്തപിച്ചവനായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഉസാമ പല പ്രാവശ്യം മറുപടിയായി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അയാൾ ഭയപ്പെട്ടുകൊണ്ട് ഈമാൻ പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ കള്ളമാണ് പറയുന്നത് എന്ന് നീ അയാളുടെ ഹൃദയം തുറന്ന് നോക്കിയിരുന്നുവോ? പിന്നെ ഖിയാമത്ത് ദിവസം അയാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിനക്കെതിരെ സാക്ഷ്യം പറയുമ്പോൾ നിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് കൂടെ കൂടെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ആ സമയത്ത് എൻ്റെ ഹൃദയം, ഞാൻ അന്നുവരെയും മുസ്ലിം ആയിരുന്നില്ലെങ്കിൽ എത്ര നല്ലതായിരുന്നേനെ, എന്നിൽ നിന്ന് ഇത്തരമൊരു കാര്യം വരില്ലായിരുന്നുവല്ലോ എന്ന് ആശിച്ചുപോയി. മറ്റൊരു സരിയ ഹദ്രത്ത് ബഷീർ ബിൻ സാദിൻ്റെതാണ്. ഇത് യമനിലേക്കും ജബാറിലേക്കുമാണ് നിയോഗിക്കപ്പെട്ടത്. ഈ സരിയ ഹിജറ 7-ാം വർഷം ഷവ്വാൽ മാസത്തിലായിരുന്നു. യമനും ജബാറും ഫിദക്കിന്റെയും വാദിയിൽ ഖുറയുടെയും ഇടയിൽ ഖൈബറിന്റെ മധ്യത്തിൽ ബനു ഗദ്ഫാന്റെ പ്രദേശമാണ്. ഗദ്ഫാന്റെ ഒരു സംഘം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ സംഘടിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അറിവ് ലഭിക്കുകയുണ്ടായി. ഉയൈന ബിൻ ഹസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരിൽ അവരെ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ സംബന്ധിച്ച് ഹസ്രത്ത് അബൂബക്കറിനോടും ഹസ്രത്ത് ഉമറിനോടും കൂടിയാലോചന നടത്തിയപ്പോൾ അവർ ഹസ്രത്ത് ബഷീർ ബിൻ സാദിനെ അയക്കാൻ അഭിപ്രായപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ബഷീർ ബിൻ സാദിനെ വിളിച്ചു. അദ്ദേഹത്തിന് കൊടി നൽകുകയുണ്ടായി. അദ്ദേഹത്തോടൊപ്പം 300 സഹാബാക്കളെയും പറഞ്ഞയച്ചു. സഹാബാക്കൾ രാത്രി മുഴുവൻ സഞ്ചരിക്കുകയും പകൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയും ചെയ്തു. അവസാനം ജബാർ എന്ന പ്രദേശത്തെത്തി. അവിടെ ആട്ടിടയന്മാർ തങ്ങളുടെ ആടുകളെ മേയ്ക്കുന്നുണ്ടായിരുന്നു. അവർ മുസ്ലിങ്ങളെ കണ്ടപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോയി. ഗത്ഫാൻകാർക്ക് അതേക്കുറിച്ച് അറിയിപ്പ് നൽകി. അവർ ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തങ്ങളുടെ സമ്പത്തും നാൽക്കാലികളെയും ഉപേക്ഷിച്ച് തങ്ങളുടെ നാട്ടിലെ ഉയർന്ന ഇടങ്ങളിൽ അഭയം തേടി. അവരെല്ലാം ഉപേക്ഷിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്ന് 2 പേരെ മാത്രമാണ് പിടികൂടാൻ കഴിഞ്ഞത്. സഹാബാക്കൾ അവരെ ബന്ദിയാക്കുകയും ആടുമാടുകളെയും ഒട്ടകങ്ങളെയും കൈക്കലാക്കുകയും ചെയ്തു. അങ്ങനെ ബന്ദികളുമായി മദീനയിലേക്ക് വന്നു. അവിടെ ആ 2 ബന്ദികളും മുസ്ലിങ്ങളായി. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ 2 പേർക്കും തങ്ങളുടെ പ്രദേശത്തേക്ക് തിരിച്ചു പോകാൻ അനുമതി നൽകുകയുണ്ടായി. ഉംറത്തുൽ ഖദായെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഉംറയെക്കുറിച്ചും വിവരണമുണ്ട്. ഹിജറി 7-ാം വർഷം സുൽഖാദ മാസം 1-ന്, അതായത് 629 ഫെബ്രുവരി മാസത്തിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ 7-ാം വർഷം സുൽഖാദ മാസത്തിൽ ഉംറത്തുൽ ഖദ നിർവഹിക്കുന്നതിന് വേണ്ടി പുറപ്പെട്ടു. കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ തന്നെയായിരുന്നു മക്കയിലെ മുശ്രിക്കീങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉംറ ചെയ്യാൻ തടസ്സം നിന്നത്. ഹുദൈബിയ എന്ന സ്ഥലത്ത് നിന്ന് തിരിച്ചു വരികയാണ് ഉണ്ടായത്. അങ്ങനെ ഈ ഉംറയുടെ പകരം നിർവഹിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോവുകയുണ്ടായി. ബുഖാരിയുടെ വ്യാഖ്യാതാവായ ഇബ്നു ഹജർ ഇതിന് പല പേരുകളും നൽകിയിട്ടുണ്ട്. ഉംറത്തുൽ ഖദ, ഉംറത്തുൽ ഖദിയ, ഉംറത്തുൽ ഖിസാസ്, ഉംറത്തുൽ അമൻ തുടങ്ങിയ പേരുകൾ പറയുന്നു. ഇതിനെ ഉംറത്തുൽ ഖിസാസ് എന്ന് പറയാനുള്ള കാരണം മക്കയിലെ മുശ്രിക്കീങ്ങൾ ഹിജറ 6-ാം വർഷം ആദരണീയ മാസങ്ങളിൽപ്പെട്ട സുൽഖാദയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉംറ ചെയ്യുന്നതിൽ നിന്ന് വിലക്കുകയുണ്ടായി. അതുകൊണ്ട് ആദ്യം ഈ ഉംറയുടെ പ്രതികാരം നിർവഹിക്കുന്നതിന് വേണ്ടി പുറപ്പെട്ടു. ഹിജറ 7-ാം വർഷം സുൽഖാദ് മാസത്തിൽ മസ്ജിദ് ഹറാമിൽ പ്രവേശിച്ചു. ഹദ്രത്ത് ഇബ്നു അബ്ബാസ് പറയുന്നു, ഈ സന്ദർഭത്തിൽ ഒരു ആയത്തിറങ്ങി. അത് ഇങ്ങനെയാണ്: അശ്ശഹറുൽ ഹറാമു ബിശ്ശഹറിൽ ഹറാമി വൽ ഹുറുമാതു ഖിസാസ്. ആദരണീയ മാസം ആദരണീയ മാസത്തിന് പകരമാകുന്നു.
എല്ലാ ആദരണീയ കാര്യങ്ങൾക്കും അതിൻ്റെ നിന്ദനത്തിന് പ്രതിക്രിയ ചെയ്യപ്പെടുന്നതാണ്. ഇബ്നു ഹിഷാം വിവരിക്കുന്നു, മദീനയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഉവൈഫ് ബിൻ അസ്ബത്ത് ദൈലിയെ അമീറായി നിശ്ചയിച്ചു. ഇബ്നു സഅദിന്റെ അഭിപ്രായത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ റൂം ഗഫാരിയെയാണ് അമീറായി നിശ്ചയിച്ചത്. ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണത്തിൽ പറയുന്നു, ഈ ഉംറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം 2000 സഹാബാക്കൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുന്ന സമയത്ത് പറഞ്ഞു, ഹുദൈബിയ സന്ധിയിൽ ഉണ്ടായിരുന്ന എല്ലാ വ്യക്തികളും ഇതിൽ ഉൾപ്പെടേണ്ടതാണ്. ഖൈബർ യുദ്ധത്തിൽ ഷഹീദാക്കപ്പെടുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്തവരൊഴികെ ഹുദൈബിയ സന്ധിയിൽ ഉണ്ടായിരുന്ന എല്ലാ സഹാബാക്കളും ഈ ഉംറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവരെ കൂടാതെ ഹുദൈബിയയിൽ ഇല്ലാതിരുന്ന പല സഹാബാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ വരികയുണ്ടായി. ബലി അറുക്കുന്നതിനായി 50 ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൃഗങ്ങളുടെ മേൽനോട്ടത്തിന് നാജിയ ബിൻ ജുന്ദബിനെയാണ് നിയമിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുൽ ഹുലൈഫയിൽ എത്തിയപ്പോൾ ഇത് മദീനയിൽ നിന്ന് ഏകദേശം 6-7 മൈൽ ദൂരെയുള്ള ഒരു സ്ഥലമാണ്. 100 കുതിര പടയാളികളെ മുൻകരുതലെന്ന നിലയ്ക്ക് മുന്നിൽ പറഞ്ഞയക്കുകയുണ്ടായി. അതിൽ ഹദ്റത്ത് മുഹമ്മദ് ബിൻ മസ്ലമയെയാണ് അമീറായി നിശ്ചയിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചട്ട അണിഞ്ഞിരുന്നു, കുന്തവും കയ്യിൽ കരുതിയിരുന്നു. മാത്രമല്ല നേരത്തെ തന്നെ ആയുധങ്ങളും കൊടുത്തുവിടുകയുണ്ടായി. അതിന്റെ മേൽനോട്ടത്തിന് ഹദ്റത്ത് ബഷീർ ബിൻ സാദിനെയാണ് നിശ്ചയിച്ചത്. ഉംറയ്ക്ക് പോകുന്നതിന് ആയുധങ്ങളുടെ ആവശ്യം എന്താണ് എന്നൊരു ചോദ്യം ഉന്നയിക്കപ്പെടാറുണ്ട്. കാരണം സന്ധി ചെയ്ത് കഴിഞ്ഞതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ചോദിക്കപ്പെട്ടു, അങ്ങ് ആയുധങ്ങളും കരുതിയിട്ടുണ്ടല്ലോ. വാസ്തവത്തിൽ ഖുറൈശികൾ ആവനാഴിയിലുള്ള ആയുധങ്ങളല്ലാതെ മറ്റെല്ലാ ആയുധങ്ങളും നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ ആയുധങ്ങളുമായി ഹറമിലേക്ക് പ്രവേശിക്കുന്നതല്ല. പക്ഷേ എന്തെങ്കിലും യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ പക്കൽ ഒരു സ്ഥലത്ത് ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ ഇതുകൊണ്ട് അങ്ങോട്ട് പോകുന്നതല്ല, മറിച്ച് അത് പുറത്തു തന്നെ വെക്കുന്നതാണ്. കാരണം അവരെ സംബന്ധിച്ച് നമുക്ക് വിശ്വസിക്കാനൊന്നും കഴിയില്ല. ഏതു സമയത്തും ആക്രമിക്കാനും സാധ്യതയുണ്ട്. ഹദ്റത്ത് മുഹമ്മദ് ബിൻ മസ്ലമ കുതിരപ്പടയാളികളുമായി മറ സുഹർ എന്ന സ്ഥലത്തെത്തി. അവിടെ ഖുറൈശികളിലെ ചില ആളുകൾ അദ്ദേഹവുമായി കണ്ടുമുട്ടി. അവരോട് അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഷാ അല്ലാഹ് നാളെ ഈ സ്ഥലത്ത് ഉണ്ടായിരിക്കും. അവർ ഖുറൈശികളുടെ അടുത്തെത്തി. ഇതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവർ ഭയപ്പെട്ടു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറാസുഹർ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ എല്ലാ ആയുധങ്ങളും യാജിജ് എന്ന സ്ഥലത്തേക്ക് അയച്ചു. അത് മക്കയിൽ നിന്ന് 8 മൈൽ ദൂരെയുള്ള സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയുധങ്ങളും യുദ്ധ സാമഗ്രികളുമായി മക്കയിലേക്ക് വരുന്നുണ്ടെന്ന് മക്കയിലെ കാഫിര്യങ്ങൾക്ക് അറിയിപ്പ് കിട്ടിയപ്പോൾ അവർ വളരെയേറെ ഭയപ്പെട്ടു. അവർ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി മറാസുഹർ എന്ന സ്ഥലത്തേക്ക് ഏതാനും ആളുകളെ പറഞ്ഞയച്ചു. അവരുടെ പ്രതിനിധി മിഖ്റാസ് ബിൻ ഹഫ്സ് പറഞ്ഞു, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ താങ്കളെ ഒരിക്കലും വാഗ്ദാനം ലംഘിച്ചതായി കണ്ടിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങൾ സന്ധി നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ആയുധങ്ങൾ പുറത്തു വയ്ക്കുന്നതാണ്. അത് കേട്ടപ്പോൾ കാഫിര്യങ്ങൾക്ക് സമാധാനമായി. അപ്പോൾ മിഖ്റാസ് പറഞ്ഞു, ഈ കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങയെ നന്മയുടെയും കൂറിന്റെയും മേന്മയുടെയും കേദാരമാണെന്ന് മനസ്സിലാക്കുന്നു. അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഷേധിയായ ആളും പറയുന്നു, ഞങ്ങൾ താങ്കളെ നന്മയുടെയും കൂറിന്റെയും മേന്മയുടെയും കേദാരമാണെന്ന് കരുതുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ബഷീർ ബിൻ സാദിന്റെ നേതൃത്വത്തിൽ ഏതാനും സഹാബാക്കളെ പ്രസ്തുത ആയുധങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ചുമതലപ്പെടുത്തി. ഉടമ്പടിയുടെ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ വാളുകളല്ലാതെ മറ്റൊരു ആയുധവും കൂടെ കരുതിയിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ സംഘത്തോടൊപ്പം ഹറമിലേക്ക് നീങ്ങി. ബലിമൃഗങ്ങളെ സിത്തവ എന്ന സ്ഥലത്തേക്ക് അയച്ചു. അത് മസ്ജിദ് ഹറാമിൽ നിന്ന് 1/2 മൈൽ അകലെയുള്ള ഒരു താഴ്വരയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്റെ കുതിരയായ കസ്വയിലാണ് യാത്ര ചെയ്തിരുന്നത്. ഹജ്വാൻ എന്ന ഭാഗത്തുകൂടെ മക്കയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഹജ്വാൻ താഴ്വര മഹസബിന്റെ ഭാഗത്തുള്ള ഒരു മലയായിരുന്നു.
അത് ബൈത്തുള്ളയിൽ നിന്ന് 1.5 മൈൽ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഹദ്രത്ത് അനസ് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറത്തുൽ ഖളായുടെ അവസരത്തിൽ മക്കയിൽ പ്രവേശിച്ചു. ഹദ്രത്ത് അബ്ദുല്ലാ ബിൻ റവാഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ നടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, അല്ലയോ നിഷേധികളുടെ മക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിൽ നിന്ന് മാറുവിൻ, ഇന്ന് ഞങ്ങൾ നിങ്ങളെ പ്രഹരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഹരം തലയോട്ടികളെപ്പോലും തലസ്ഥാനത്ത് നിന്ന് നീക്കുന്നതാണ്. സുഹൃത്തുക്കൾ പരസ്പരം തിരിച്ചറിയുന്നതല്ല. ഹദ്രത്ത് ഉമർ അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലയോ ഇബ്നു റവാഹ, നിങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ അള്ളാഹുവിന്റെ ആദരണീയമായ സ്ഥലത്ത് ഈ ഈരടികളാണോ ചൊല്ലുന്നത്? നിങ്ങളിങ്ങനെ ചെയ്യുന്നത് തെറ്റാണോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ ഉമർ, ഇത് അവർക്ക് മേൽ അമ്പുകളേക്കാൾ അധികം പ്രഭാവം ചെലുത്തുന്നതാണ്. ഇങ്ങനെ ഒരു നിവേദനവുമുണ്ട്. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, ഹദ്രത്ത് ഉമർ ഹദ്രത്ത് അബ്ദുല്ലാ ബിൻ റവാഹയെ ഈരടികൾ ചൊല്ലുന്നതിൽ നിന്ന് വിലക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് ഉമറിനോട് പറഞ്ഞു, ഞാൻ അദ്ദേഹം ചൊല്ലുന്നതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഹദ്രത്ത് ഉമർ നിശബ്ദനായി. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് അബ്ദുല്ലാ ബിൻ റവാഹയോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ അവരെ പ്രകോപിതരാക്കുന്ന കാര്യങ്ങൾ പറയരുത്. നിങ്ങൾ ഇങ്ങനെ പറയുക, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു നസറ അബ്ദഹു വഅസ്സ ജുന്ദഹു വഹസ്മൽ അഹ്സാബ വഹ്ദഹു. അതായത് അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല. അവൻ ഏകനാകുന്നു. അവൻ തന്റെ ദാസന്മാരെ സഹായിക്കുകയും തന്റെ സൈന്യത്തിന് അന്തസ്സ് നൽകുകയും അവൻ ഒറ്റയ്ക്ക് എല്ലാ സംഘങ്ങളെയും പരാജയപ്പെടുത്തുകയും ചെയ്തു. ഈ സംഭവത്തെ ഹദ്രത്ത് മുസ്ലിം മൗദും തന്റെ വാക്കുകളിൽ വിവരിച്ചിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറാസുഹർ എന്ന സ്ഥലത്തെത്തിയപ്പോൾ, അത് മക്കയിൽ നിന്ന് 1 മൈൽ അകലെയുള്ള സ്ഥലമാണ്. ഉടമ്പടി അനുസരിച്ച് എല്ലാ ഘനമുള്ള ആയുധങ്ങളും പടച്ചട്ടകളും അവിടെ സ്വരുക്കൂട്ടുകയുണ്ടായി. പിന്നെ സഹാബാക്കളോടൊപ്പം ഉടമ്പടി അനുസരിച്ച് ഉറകളിൽ വെച്ചിട്ടുള്ള വാളുകൾ മാത്രമായി ഹറമിലേക്ക് പ്രവേശിച്ചു. 7 വർഷത്തെ രാജ്യഭഷ്ടന് ശേഷം മുഹാജിരിങ്ങൾ മക്കയിൽ പ്രവേശിക്കുന്നത് ഒരു നിസ്സാര കാര്യമായിരുന്നില്ല. അവരുടെ ഹൃദയം ഒരു ഭാഗത്ത് അവർക്ക് മേലുണ്ടായിരുന്ന ആക്രമണങ്ങളെ ഓർത്ത് രക്തം ചെന്നുന്നുണ്ടായിരുന്നു. മറുഭാഗത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ ഓർത്ത് അള്ളാഹു അവർക്ക് കഅബ തവാഫ് ചെയ്യാൻ അവസരം നൽകിയതിൽ സന്തോഷിക്കുകയുമായിരുന്നു. മക്കക്കാർ മക്കയിൽ നിന്നും മാറി മലയുടെ മുകളിൽ കയറി മുസ്ലിങ്ങളെ കാണുന്നുണ്ടായിരുന്നു. അള്ളാഹു തങ്ങൾക്ക് വീണ്ടും മക്കയിൽ പ്രവേശിക്കാൻ അവസരം നൽകിയത് ഇല്ലയോ എന്നതിനെപ്പറ്റി അവർക്ക് വ്യക്തമാക്കി കൊടുക്കണമെന്നായിരുന്നു മുസ്ലിങ്ങൾ ഹൃദയത്തിൽ ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഹദ്രത്ത് അബ്ദുല്ലാ ബിൻ റവാഹ ആ സന്ദർഭത്തിൽ യുദ്ധഗാനങ്ങൾ ആലപിക്കാൻ തുടങ്ങിയത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള കവിതകൾ ചൊല്ലരുത്. മറിച്ച് നിങ്ങൾ പറയൂ, അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധകനുമില്ല. അള്ളാഹു തന്നെയാണ് തന്റെ റസൂലിനെ സഹായിക്കുകയും വിശ്വാസികളെ ദൈന്യതയുടെ പടുകുഴിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയും ഉയർത്തുകയും ചെയ്തവൻ. അള്ളാഹു തന്നെയാണ് ശത്രുക്കളെ അവരുടെ മുന്നിൽ നിന്ന് തുരത്തിയവൻ. ഹദ്രത്ത് ഇബ്നു അബി ഔഫ നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ നിർവഹിക്കുമ്പോൾ ഞങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുശ്രിക്കീങ്ങളായ യുവാക്കളിൽ നിന്ന് സംരക്ഷിച്ചു കൊണ്ടിരുന്നു. അതായത് ഇവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് കരുതിക്കൊണ്ട് ഞങ്ങൾ കാവൽ നിന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രവേശിച്ചപ്പോൾ കാഫിരീങ്ങളായ ചില ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുതയും വൈരാഗ്യവും നിമിത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ബൈത്തുള്ള തവാഫ് ചെയ്യുന്നത് കാണാൻ പോലും കെൽപ്പുള്ളവരായിരുന്നില്ല. അതുകൊണ്ട് അവർ മലയുടെ മുകളിലേക്ക് പോയി. പക്ഷേ ചില കാഫിര്യങ്ങൾ ഒരുമിച്ചുകൂടി അവിടെ നിൽക്കുകയും തവാഫ് ചെയ്യുന്നത് കാണുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഈ മുസ്ലിങ്ങൾ എന്ത് തവാഫ് ചെയ്യാനാണ്? ഇവരെ പട്ടിണിയും മദീനയുടെ പനിയും ദുർബലമാക്കിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് ഹറാമിലെത്തിയപ്പോൾ ഇസ്തവാ ചെയ്തു. അതായത് കൈ പുറത്തേക്ക് വരുന്ന വിധത്തിൽ തന്റെ പുതപ്പ് വലത്തു തോളിലേക്ക് ഇട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുന്നവർക്ക് മേൽ അള്ളാഹു അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബാക്കളോടൊപ്പം തവാഫ് ചെയ്യാൻ തുടങ്ങി. 3 പ്രാവശ്യം തങ്ങളുടെ തോളുകൾ കുലുക്കി വളരെ ആഭിജാത്യത്തോടു കൂടി തവാഫ് ചെയ്തു.
അതായത് ഞങ്ങൾ ദുർബലരാണെന്ന് നിങ്ങൾ കരുതിയിരിക്കുന്നു, പക്ഷേ ഞങ്ങൾ ദുർബലരല്ല എന്ന് പ്രകടിപ്പിക്കുകയുണ്ടായി. ബുഖാരിയിൽ ഇത് സംബന്ധിച്ചുള്ള നിവേദനമുണ്ട്. ഹദ്റത്ത് ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും വന്നപ്പോൾ മുശ്രിക്കീങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ അടുക്കലേക്ക് ചില ആളുകൾ വരുന്നുണ്ട്, അവരെ മദീനയുടെ പനി ദുർബലമാക്കിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് കൽപ്പിച്ചു, നിങ്ങൾ 3 പ്രാവശ്യം ഓടിക്കൊണ്ട് തവാഫ് ചെയ്യണം. ഇതിന് അറബിയിൽ റമൽ എന്നാണ് പറയുക. തുടക്കത്തിൽ 3 പ്രദക്ഷിണങ്ങളിൽ ഈ റമൽ ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് മേൽ വാത്സല്യം ചൊരിഞ്ഞുകൊണ്ട് അവരോട് എല്ലാ തവാഫിലും ഓടുന്നതിന് വേണ്ടി നിർദ്ദേശിക്കുകയുണ്ടായി. ഹദ്റത്ത് ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുല്ലാഹിക്കും സഫയ്ക്കും മർവയ്ക്കും ഇടയിൽ ഓടിക്കൊണ്ടാണ് തവാഫ് ചെയ്തത്. അങ്ങനെ മുശ്രിക്കീങ്ങൾക്ക് തങ്ങളുടെ ശക്തി കാണിച്ചു കൊടുക്കുകയായിരുന്നു. മറ്റൊരു നിവേദനം അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവാരിയിലാണ് സഫ മർവയ്ക്കിടയിൽ ഓടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളും മർവയ്ക്ക് സമീപം കുർബാനി നൽകി. അതിനുശേഷം കുറച്ച് സഹാബാക്കളെ ആയുധങ്ങൾക്ക് കാവൽ നിൽക്കുന്ന സഹാബാക്കളുടെ അടുത്തേക്ക് യാജിജ് എന്ന സ്ഥലത്തേക്ക് അയക്കുകയുണ്ടായി. അങ്ങനെ അവർക്കും വന്ന് ഉംറ ചെയ്യാനും കുർബാന ചെയ്യാനും അവസരമൊരുക്കി. ആദ്യം അവിടെ ആയുധങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഡ്യൂട്ടിയിലായിരുന്നവരോട് പറഞ്ഞു, നിങ്ങളും വന്ന് ഉംറ ചെയ്യുക. ഇവിടെ നിന്ന് കുറച്ച് പുതിയ ആളുകളെ അങ്ങോട്ട് ചെന്ന് പ്രസ്തുത ഡ്യൂട്ടി ഏറ്റെടുക്കാനും നിർദ്ദേശിച്ചു. ഈ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് മൈമൂനയുമായി വിവാഹം നടത്തിയതിന്റെ വിശദീകരണവുമുണ്ട്. ഈ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് മൈമൂന ബിൻത് ഹാരിസിനെ വിവാഹം കഴിച്ചു. ഈ വിവാഹം ഹദ്റത്ത് അബ്ബാസാണ് നടത്തിക്കൊടുത്തത്. ഹദ്റത്ത് മൈമൂന തൻ്റെ വിവാഹത്തെക്കുറിച്ച് അവരുടെ സഹോദരി ഉമ്മ ഫദലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ ഹദ്റത്ത് അബ്ബാസിന്റെ ഭാര്യയായിരുന്നു. അവരത് സംബന്ധിച്ച് ഹദ്റത്ത് അബ്ബാസിനെ ചുമതലപ്പെടുത്തി. ഹദ്റത്ത് അബ്ബാസ് അവരുടെ വിവാഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നടത്തിക്കൊടുത്തു. ഹദ്റത്ത് മൈമൂനയുടെ മഹർ 400 ദിർഹമായി നിശ്ചയിക്കുകയുണ്ടായി. ഹദ്റത്ത് മുസ്ലിം മൗദ് സംബന്ധിച്ച് വിവരിക്കുന്നു, ഹദ്റത്ത് അബ്ബാസിന്റെ ഭാര്യ സഹോദരി ഹദ്റത്ത് മൈമൂന കുറച്ചു കാലമായി വിധവയായിരുന്നു. മക്കയിലാണ് താമസിച്ചിരുന്നത്. ഹദ്റത്ത് അബ്ബാസ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസമാണ് മക്കയിൽ തങ്ങിയത്. 3-ാമത്തെ ദിവസമായപ്പോൾ ഖുറൈശികൾ ഹുവൈത്ത് ബിൻ അബ്ദുൽ ഉസയെ ഖുറൈശികളുടെ ചില ആളുകളോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലേക്ക് അയച്ചു. ഒരു നിവേദനം അനുസരിച്ച് ഖുറൈശികളുടെ ഈ സംഘം ഹദ്റത്ത് അലിയുടെ അടുത്തേക്കാണ് പോയത്. അതായത്, നിങ്ങളുടെ താമസിക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഇവിടെ നിന്ന് പോകേണ്ടതാണ് എന്ന് സന്ദേശം നൽകി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങൾ കുറച്ചുകൂടി താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നഷ്ടം? ഞങ്ങൾ ഇവിടെ വിവാഹം നടത്തി ഭക്ഷണം കഴിച്ചു പോകുന്നതാണ്. എൻ്റെ വിവാഹമാണ് നടക്കുന്നത്, നിങ്ങളെയും ഞങ്ങൾ ഭക്ഷണത്തിന് ക്ഷണിക്കുന്നതാണ്. ഖുറൈശികൾ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ സൽക്കാരം ആവശ്യമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുമായി മക്കയിൽ നിന്ന് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭൃത്യനായ അബൂ റാഫിയെ ഹദ്റത്ത് മൈമൂനയുടെ അടുത്ത് നിർത്തുകയും ചെയ്തു. അദ്ദേഹം ഹദ്റത്ത് മൈമൂനയെയും കൊണ്ട് സരിഫ് എന്ന സ്ഥലത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി. അത് തൻഈമിന്റെ സമീപം മക്കയിൽ നിന്ന് ഏറെക്കുറെ 6-7 മൈൽ ദൂരെയുള്ള ഒരു വലിയ താഴ്വരയാണ്. ഹദ്റത്ത് മൈമൂനയുടെ പേര് ബർറ എന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്തുത പേര് മാറ്റി മൈമൂന എന്ന് വെക്കുകയുണ്ടായി. ഹദ്റത്ത് മൈമൂനയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വിവാഹമായിരുന്നു. ഹിജ്രി 51 സരിഫ് എന്ന സ്ഥലത്ത് വെച്ച് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം നടന്നു. മൈമൂന വഫാത്താവുകയും ചെയ്തു. ഹദ്റത്ത് മുസ്ലിം മൗദ് എഴുതുന്നു, 4-ാമത്തെ ദിവസം മക്കക്കാർ നിബന്ധന അനുസരിച്ച് മക്കയിൽ നിന്ന് പോകുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടാൻ നിർദ്ദേശിച്ചു. മക്കക്കാരുടെ മാനസികമായ അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട് പുതുതായി വിവാഹിതയായ മൈമൂനയെയും അവിടെ തന്നെ വിട്ടിട്ടാണ് വന്നത്. അവർ പിന്നീട് സാമഗ്രികളുമായി വരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവാരിയെയും ഓടിച്ച് ഹറമിന്റെ അതിർത്തിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവിടെ വൈകുന്നേരമായപ്പോൾ ഭാര്യ മൈമൂനയും എത്തി. ആദ്യത്തെ രാത്രി അവിടെ വനത്തിനുള്ളിലാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലെത്തിയത്. ഹദ്റത്ത് മൈമൂനയ്ക്ക് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ സഹവാസം
വളരെ പ്രിയപ്പെട്ടതായി അനുഭവപ്പെട്ടു. അതുകൊണ്ട് അവർ താൻ മരണപ്പെടുകയാണെങ്കിൽ തന്നെ ഇതേ സ്ഥലത്ത് തന്നെ മറവടക്കണമെന്ന് വസീത്ത് ചെയ്യുകയുണ്ടായി. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി സവിധത്തിൽ ഞാൻ എത്തിയത്. ദൈവിക വിധി നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിനു വേണ്ടി എത്തിയപ്പോൾ അവർ മക്കയിൽ തന്നെ രോഗിണിയായിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ പറഞ്ഞു, എന്നെ മക്കയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് നിങ്ങളുടെ മരണം മക്കയിൽ ആയിരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആളുകൾ അവരെ മക്കയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. സരീഫ് എന്ന പ്രദേശത്തെത്തി. ഉമ്മുൽ മുഅ്മിനീൻ ഹദ്റത്ത് മൈമൂനയുടെ ആത്മാവ് അസ്ഥിപഞ്ജരം വിട്ടു പോവുകയും ചെയ്തു. അതായത് അവർ വഫാത്തായി. തുടർന്ന് അവരുടെ വസിയത്തനുസരിച്ച് അവരെ കബറടക്കുകയും ചെയ്തു. മരണസമയത്ത് അവർക്ക് 81 വയസ്സുണ്ടായിരുന്നു. ഈ യാത്രയിൽ ഹദ്റത്ത് ഹംസയുടെ മകളുടെ ഒരു സംഭവം വരുന്നുണ്ട്. ഹദ്റത്ത് ബറ നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഹദ്റത്ത് ഹംസയുടെ മകൾ പിന്നാലെ അല്ലയോ എൻ്റെ പിതൃവ്യ എന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹദ്റത്ത് അലി അവരുടെ കൈപിടിക്കുകയും ഹദ്റത്ത് ഫാത്തിമയോട് തൻ്റെ പിതൃവ്യപുത്രിയെ ഏറ്റെടുക്കാൻ പറയുകയും ചെയ്തു. അവർ സവാരി ഏർപ്പാടാക്കി. ഹദ്റത്ത് അലിയും ഹദ്റത്ത് ജാഫറും ഹദ്റത്ത് സെയ്ദും അവരെ സംബന്ധിച്ച് തർക്കിച്ചുകൊണ്ടിരുന്നു. ഹദ്റത്ത് അലി പറഞ്ഞു, ഞാനാണ് അവരെ ഏറ്റെടുത്തത്, എൻ്റെ പിതൃവ്യപുത്രിയുമാണ്. ഹദ്റത്ത് ജാഫർ പറഞ്ഞു, ഇത് എൻ്റെ പിതൃവ്യപുത്രിയാണ്, അവളുടെ എളാമ എൻ്റെ ഭാര്യയാകുന്നു. ഹദ്റത്ത് സെയ്ദ് പറഞ്ഞു, ഇവർ എൻ്റെ സഹോദരൻ്റെ മകളാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എളാമയുടെ പക്ഷത്തിലാണ് തീരുമാനം കൽപ്പിച്ചത്. എന്നിട്ട് പറഞ്ഞു, എളാമ ഉമ്മയുടെ സ്ഥാനത്താകുന്നു. ഇവിടെ ഒരു കാര്യം കൂടി തീർപ്പാകുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ കഥയിൽ വരാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എളാമ ഉമ്മയുടെ സ്ഥാനത്താകുന്നു, ആ കുട്ടിയെ അവർക്ക് കൊടുക്കുക. ഹദ്റത്ത് അലിയോട് പറഞ്ഞു, ഞാൻ നിന്നിൽ നിന്നും നീ എന്നിൽ നിന്നുമാകുന്നു. അതായത് അദ്ദേഹത്തിന് സാന്ത്വനം നൽകി. ഹദ്റത്ത് ജാഫറിനോട് പറഞ്ഞു, നിങ്ങൾ രൂപത്തിലും സ്വഭാവത്തിലും എന്നോട് സാദൃശ്യമുള്ള ആളാകുന്നു. ഹദ്റത്ത് സെയ്ദിനോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ സഹോദരനും ഞാൻ സ്വതന്ത്രനാക്കിയ വ്യക്തിയുമാണ്. ഹദ്റത്ത് അലി പറഞ്ഞു, അങ്ങ് ഹംസയുടെ മകളുമായി വിവാഹം കഴിക്കുകയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൾ എൻ്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരൻ്റെ മകളാണ്, അവരുമായി എനിക്ക് വിവാഹം സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജ മാസം മദീനയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അടുത്ത സരിയയെ അഹ്റാം ബിൻ അബി ഔജയുടെ നേതൃത്വത്തിൽ ബനു സുലൈമിലേക്കാണ് അയച്ചത്. ഈ സരിയ ഹിജറ 7-ാം വർഷം ദുൽഹിജ്ജ മാസത്തിലാണ് പോയത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്റാമിനെ 50 ആളുകളോടൊപ്പം ബനു സുലൈം ഗോത്രത്തിലേക്ക് അയച്ചു. ഇവർ മദീനയ്ക്കടുത്ത് താമസിക്കുന്നവരായിരുന്നു. ബനു സുലൈമിലെ ഒരു ചാരൻ ഹദ്റത്ത് അഹ്റാമിന്റെ കൂടെ ഉണ്ടായിരുന്നു. അയാൾ വേഗം പോയി തന്റെ ജനതയെ ജാഗ്രതപ്പെടുത്തുകയുണ്ടായി. അവർ ഒരു വലിയ സൈന്യത്തെ സ്വരുക്കൂട്ടി. ഹദ്റത്ത് അഹ്റാം അവരുടെ അടുത്തെത്തിയപ്പോൾ ബനു സുലൈം യുദ്ധത്തിന് തയ്യാറായിരുന്നു. ഹദ്റത്ത് അഹ്റാം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്ന കാര്യം ഞങ്ങൾക്ക് ആവശ്യമില്ല. അതിനുശേഷം 2 ഭാഗത്തു നിന്നും അമ്പെയ്ത്ത് ആരംഭിച്ചു. ഇതിനിടയിൽ ബനു സുലൈമിനു വേണ്ടി കൂടുതൽ സൈനിക സംഘങ്ങൾ എത്തി. അവർ മുസ്ലിങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും വലയം ചെയ്തു. മുസ്ലിങ്ങൾ വളരെ ശക്തമായി യുദ്ധം ചെയ്തു. അതേ തുടർന്ന് മുസ്ലിങ്ങളുടെ ഭൂരിഭാഗം ആളുകളും ഷഹീദായി. അഹ്റാമും മരണപ്പെട്ടവരുടെ കൂട്ടത്തിൽ സാരമായി പരിക്കേറ്റു വീണു. പിന്നെ ഹിജ്രി 8-ാം വർഷം സഫർ മാസം 1-ാം തീയതി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. മറ്റൊരു സരിയ ഹദ്റത്ത് ഗാലിബ് ബിൻ അബ്ദുല്ല ലൈസിയുടെ നേതൃത്വത്തിൽ ഖദീദയിലേക്ക് നിയോഗിക്കപ്പെട്ടതിനെ സംബന്ധിച്ച വിവരണമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഗാലിബ് ബിൻ അബ്ദുല്ല ലൈസിയെ ഹിജ്റ 8-ാം വർഷം സഫർ മാസത്തിൽ ബനു ലൈസിന്റെ ശാഖയായ ബനു മലൂയിലേക്ക് അയക്കുകയുണ്ടായി. ബനു മലൂ ഗോത്രം ഖദീദയിലാണ് വസിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് മദീനയിൽ നിന്ന് ഏകദേശം 200 മൈൽ ദൂരെയുള്ള സ്ഥലമാണ്. ബുഖാരിയിൽ പറയുന്നു, അസ്ഫാൻ ഖദീദ് ഗോത്രങ്ങൾക്കിടയിൽ ഒരു അരുവി ഉണ്ടായിരുന്നു. ഒരു നിവേദനമനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഗാലിബ് ബിൻ അബ്ദുല്ലയെ 15 ആളുകളോടൊപ്പം പറഞ്ഞയക്കുകയുണ്ടായി. മുസ്ലിങ്ങളുടെ കോഡ് ഭാഷ ഉമ്മത്ത് എന്നായിരുന്നു. ഹദ്റത്ത് ജുന്ദബ് ബിൻ
മുഖീഫ് വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഗാലിബ് അബ്ദുള്ളയെ ഒരു സരിയയിൽ പറഞ്ഞയക്കുകയുണ്ടായി. അതിൽ ഞാനും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീദിൽ ബനു മലൂവുമായി യുദ്ധം ചെയ്യാൻ നിർദ്ദേശിക്കുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ പുറപ്പെടുകയും ഖദീദിൽ എത്തുകയും ചെയ്തപ്പോൾ ഇബ്നു ബർസ ഹാരിസ് ബിൻ മാലിക് ലൈസി ഞങ്ങളെ കണ്ടുമുട്ടി. അയാളെ ഞങ്ങൾ ബന്ദിയാക്കി. അയാൾ പറഞ്ഞു, ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ പുറപ്പെട്ടതാണ്. ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് പോവുകയാണ്. ഞങ്ങൾ പറഞ്ഞു, നീ ഇസ്ലാം സ്വീകരിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പുറപ്പെട്ടതെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു രാത്രിയുടെ പാഥേയം നിനക്ക് നഷ്ടമൊന്നും ഉണ്ടാക്കുന്നതല്ല. അതായത് നിനക്ക് ബന്ദിയായതുകൊണ്ട് നഷ്ടമൊന്നും സംഭവിക്കില്ല. ഇതല്ലാതെ മറ്റെന്തെങ്കിലും ലക്ഷ്യമാണെങ്കിൽ ഞങ്ങളത് സംബന്ധിച്ച് സാക്ഷ്യപ്പെടുത്തുന്നതാണ്. പിന്നെ ഞങ്ങൾ അയാളെ ശക്തമായി ബന്ധിച്ചു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു നീഗ്രോ സുഹൃത്തായ സുവൈദ് ബിൻ മൻഹറിനെ അയാളുടെ മേൽനോട്ടക്കാരനെ നിശ്ചയിച്ചു. ഞങ്ങൾ പുറപ്പെടുകയും സൂര്യാസ്തമയ സമയത്ത് ഖദീദിൽ എത്തിച്ചേരുകയും ചെയ്തു. ഞങ്ങൾ താഴ്വരയുടെ ഒരു ഭാഗത്തായിരുന്നു. എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ചാരനായി അയക്കുകയുണ്ടായി. ഞാനൊരു കുന്നിൻ പുറത്തെത്തി. അവിടെ നിന്ന് എനിക്ക് അവരെ കാണാമായിരുന്നു. ഞാൻ അതിനു മുകളിൽ കയറി കമിഴ്ന്നു കിടന്നു. അവിടെ ഒരാൾ എൻ്റെ കൂടാരത്തിന് പുറത്തേക്ക് വന്നപ്പോൾ എന്നെ കാണുകയുണ്ടായി. അയാൾ എൻ്റെ നേർക്ക് അമ്പെയ്തു. അതിൻ്റെ പാർശ്വത്തിലാണ് കൊണ്ടത്. ഒരു നിവേദനം അനുസരിച്ച് അദ്ദേഹം പറയുന്നു, ആ അമ്പ് എൻ്റെ കണ്ണുകളുടെ മധ്യഭാഗത്താണ് കൊണ്ടത്. പക്ഷേ ഞാൻ എൻ്റെ സ്ഥലത്ത് തന്നെ സ്ഥിരതയോടെ ഉറച്ചു നിന്നു. പിന്നെ അയാൾ വീണ്ടും അമ്പെയ്തു. അത് എൻ്റെ തോളിലാണ് കൊണ്ടത്. അത് ഞാൻ വലിച്ചെടുത്തെറിഞ്ഞു. എൻ്റെ സ്ഥലത്ത് തന്നെ നിലയുറപ്പിക്കുകയും ചെയ്തു. ആർക്കും സംശയമുണ്ടാകാതിരിക്കാൻ വേണ്ടി വേറൊരു തരത്തിലും അനങ്ങിയില്ല. പിന്നെ അയാൾ തൻ്റെ കൂടാരത്തിനകത്തേക്ക് പോയി. ഞങ്ങൾ അവർക്കും സാവകാശം നൽകി. അങ്ങനെ അവർക്ക് സമാധാനമായപ്പോൾ അവർ അകത്തേക്ക് പോയി ഉറങ്ങി. രാവിലെ വെളുപ്പാൻ കാലത്ത് ഞങ്ങൾ അവരെ ആക്രമിച്ചു. അവരുടെ യുദ്ധ നിപുണന്മാരെ കൊന്നൊടുക്കി. അവരുടെ സാധന സാമഗ്രികൾ ശേഖരിക്കുകയും വളർത്തുമൃഗങ്ങളെ തെളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. അവരുടെ ഇടയിലെ ഒരു വിളിയാൾ ഞങ്ങളുടെ അടുത്തേക്ക് ഒരു സൈന്യവുമായി വന്നു. അവരെ നേരിടാൻ ഞങ്ങൾക്ക് കഴിവുണ്ടായിരുന്നില്ല. അവരിലെ ഒരാൾ പോയി ഒരു വലിയ സൈന്യവുമായി വന്നു. പറയുന്നു, ഞങ്ങൾ മൃഗങ്ങളുമായി പുറപ്പെട്ടു. ഞങ്ങൾ ആരും തിരിഞ്ഞു നോക്കിയില്ല. ഇബ്നു ബർസയുടെയും കൂട്ടുകാരുടെയും അടുത്തുകൂടെ പോകുമ്പോൾ അവരെയും ഞങ്ങളുടെ കൂടെ കൂട്ടി. ശത്രുക്കൾ ഞങ്ങളുടെ അടുത്തെത്തി. അങ്ങനെ ഞങ്ങൾക്കും അവർക്കുമിടയിൽ ഖദീദ് താഴ്വര മാത്രം ബാക്കിയായി. അള്ളാഹു ആ താഴ്വരയിൽ വെള്ളപ്പൊക്കമുണ്ടാക്കി. ഞങ്ങൾക്ക് അവിടെ ഒരു കാർമേഘം പോലും കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഏതായിരുന്നാലും അള്ളാഹു അവരെ നേരിടുന്നതിന് വേണ്ടി ഒരു ശക്തി അയക്കുകയുണ്ടായി. ആർക്കും തന്നെ ആ താഴ്വര കടന്നു വരാൻ കഴിഞ്ഞില്ല. ശത്രുക്കൾ ഞങ്ങളെ നോക്കിക്കൊണ്ട് തന്നെ നിന്നു. ഞങ്ങൾ അവരുടെ മൃഗങ്ങളെയും തെളിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അവരിൽ ആർക്കും തന്നെ ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ അവരെ പിന്നിലാക്കി നീങ്ങുകയുണ്ടായി. അതായത് ശത്രുക്കൾ പിന്നിലാവുകയും ഞങ്ങളെ പിടികൂടാൻ കഴിയുകയും ചെയ്തില്ല. ഞങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിലെത്തുകയും ചെയ്തു. ഇനിയും ഈ സംഭവങ്ങൾ തുടരുന്നതാണ്. ഈ സമയത്ത് പാകിസ്ഥാനിലെ അഹമ്മദികൾക്ക് വേണ്ടിയും ഞാൻ പ്രത്യേകം ദുആക്ക് വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്നു. പാകിസ്ഥാനി അഹമ്മദികളും തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞു വന്നതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലുന്നതിലേക്കും ശ്രദ്ധയുണ്ടാകണം. അത് 200 തവണ ചൊല്ലുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. ഈ സമയത്ത് ഇതിലേക്ക് പരമാവധി ശ്രദ്ധ കൊടുക്കുക. നമ്മൾ ദുആ യഥാവിധി ചെയ്യുകയാണെങ്കിൽ, ദുആയിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രമേ വിജയം കൈവരിക്കാൻ കഴിയുകയുള്ളൂ. കഴിയുന്നത്ര അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക. ചില ആളുകൾ പറയുന്നു അല്ലെങ്കിൽ എഴുതുന്നു, വെറും ദുആ കൊണ്ടൊരു കാര്യവുമില്ല, എന്തെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ എന്താണ് ചെയ്യുക? നമ്മുടെ ആയുധം ദുആകൾ മാത്രമാണ്. ദുആ കൊണ്ടൊന്നും സാധ്യമാകില്ല എന്നത് തികച്ചും തെറ്റായ ചിന്താഗതിയാണ്. ദുആകൾ തന്നെയാണ് നമ്മുടെ വിജയത്തിനുള്ള ഒറ്റമൂലി. അള്ളാഹു എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. നമുക്ക് യഥാവിധി ദുആ ചെയ്യാൻ കഴിയുമാറാകട്ടെ. ദുആ കൊണ്ടൊന്നും സാധ്യമാകില്ലെന്നും പറഞ്ഞ് ദുആ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്ന തെറ്റായ പരിഭവമാണ്. ആയതിനാൽ ഇതേക്കുറിച്ച് നമ്മൾ ഇസ്തിഗ്ഫാറും ചെയ്യേണ്ടതാണ്. ഇന്ന് കറാച്ചിയിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്.
ഇസ്ലാമിൻ്റെ പേരിൽ ഉഗ്രവാദികൾ, ഇവർ തീവ്രവാദികൾ തന്നെയാണ്, നമ്മുടെ ഒരു മസ്ജിദ് ആക്രമിക്കുകയും ഒരു അഹമ്മദിയെ ഷഹീദാക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വിശദാംശങ്ങൾ ഇപ്പോൾ കിട്ടിയിട്ടില്ല, വരുമ്പോൾ അതും ഇൻഷാ അല്ലാഹ് വിവരിക്കുന്നതാണ്. അള്ളാഹു ഈ ദ്രോഹികളെ പിടികൂടുന്നതിന് എത്രയും വേഗം സംവിധാനം ഉണ്ടാക്കുമാറാകട്ടെ. الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله